ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്, നല്ലതാ കുഞ്ഞിന്റെ ആരോഗ്യത്തിന്. അത് ശരി, വാവയ്ക്കുള്ളൂ ഫ്രൂട്ട്സ്, ഞങ്ങൾക്കില്ലേ? പിന്നെ നിങ്ങളും കഴിക്കി, ആരോഗ്യം വെക്കട്ടെ. നിങ്ങളും എന്നെ മക്കളല്ലേ? അങ്ങനെ പറ. ത്രിവേണി, ഇത് കുങ്കുമപ്പൂവാണ്. ധാവണിക്ക് പാലിലേക്ക് ഇറക്കി കൊടുക്കണം. ഇത് കുഞ്ഞിന്റെ ആരോഗ്യത്തിനും കുഞ്ഞിനെല്ലാം നിറം വെക്കാനൊക്കെ നല്ലതാ. കുങ്കുമപ്പൂ നിങ്ങൾക്കില്ല കേട്ടോ, വാവക്ക് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലായി. ഇടക്കൊക്കെ ഒന്ന് ചിരിക്കാം. ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന കുഞ്ഞിനെങ്ങനെ സന്തോഷം ഉണ്ടാവാനാ? ത്രിവേണി, മക്കളെ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഏട്ടൻ എന്തൊരു മാറ്റാണല്ലേ, പാവേട്ടൻ. എന്തോന്ന് പാവം? നീയും അങ്ങേരും കൂടി ഇവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടടി? പാവം പറയാൻ വന്നിരിക്കുന്നു. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, ഏട്ടത്തി ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? നിങ്ങളെ ഇപ്പൊ എങ്ങനെ കാണുമ്പോ മനസ്സിന് നല്ല സന്തോഷം. ഞങ്ങളോട് സന്തോഷാണെന്ന് പറഞ്ഞിട്ട് ഇവരെ തിരിപ്പിക്കാനുള്ള പരിപാടി വെക്കാനല്ലേ? എന്താ ത്രിവേണി ഇങ്ങനൊക്കെ പറയുന്നേ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഏട്ടത്തി, നിങ്ങൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് കോംപ്രമൈസ് ആവുന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഞങ്ങൾ കെട്ടിയോനും കെട്ടിയോളും തമ്മിൽ പല പ്രശ്നവും ഉണ്ടാവും. അതിൽ നീ എന്താ ഇത്ര ചിന്തിക്കാനിരിക്കുന്നത്? ഞാനേ വെറുതെ ഇരിക്കുമ്പോ ഓരോന്ന് ചിന്തിച്ചതാ. ഒരുപാട് നേരം വെറുതെ ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് വല്ല അടുക്കള കയറി വല്ല പണിയുണ്ടെങ്കിൽ ചെയ്തു തീർക്കാൻ നോക്ക്. ചേച്ചി കുങ്കുമപ്പൂ എല്ലാം കൂടി കുത്തിയിരുന്ന് കലക്കി കുടിക്ക്. കുറച്ച് ദൈവക്കും കൂടെ കൊടുക്ക്. ആ മനസ്സിലെ ദുഷിപ്പങ്ങ് പോട്ടെ. അപ്പൊ ഇത് തികയാതെ വരും. ഈശ്വര, ഇവരിത് എങ്ങോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? മേലോട്ടേക്ക്. അതല്ലടാ, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞതാ. അച്ഛൻ ശരിയാകുമ്പോ അമ്മ ഉടക്കും, അമ്മ ശരിയാകുമ്പോ അച്ഛൻ ഉടക്കും. ഇതെന്തൊരു കഷ്ടമാണ്. അപ്പൊ ഇവരിപ്പോഴും ഉടക്കാണല്ലേ, ഒന്നിച്ചില്ലല്ലേ? അത് പറഞ്ഞപ്പോ ചേച്ചിക്ക് എന്തൊരു സന്തോഷം. സന്തോഷോ? എനിക്കോ? എനിക്കെന്തിനാ ത്രിവേണി സന്തോഷം? ഞാൻ സങ്കടത്തോടെയല്ലേ പറഞ്ഞത്. അല്ല, ഞാൻ മിണ്ടാതിരുന്നതിന്റെ കാരണം എനിക്ക് കാരണമൊന്നും അറിയണ്ട. ഇപ്പൊ മിണ്ടിയില്ലേ, അത് മതി. പക്ഷെ ഇനി എന്നോട് മിണ്ടാതിരിക്കരുത്.